ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. അതിന് അധികം റേറ്റൊന്നും വരുന്നില്ല, 200 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ടോസ്റ്ററിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൽ വരുന്ന ഒരു ഐറ്റമാണ്. ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് തിരിച്ചും മറിച്ച് നമുക്ക് ഗ്യാസിൽ ടോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടി നമ്മളോട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ട്. ഓണിയൻ, ടൊമാറ്റോ, സാൾട്ട്, റെഡ് ചില്ലി പൗഡർ, പിന്നെ എഗ്ഗ്, ചീസ്, ബ്രെഡ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. എങ്ങനെയാണ് ടോസ്റ്ററിൻ്റെ സെയിം ഇതിൽ കിട്ടുന്നുണ്ടോ നമുക്കൊന്ന് നോക്കി നോക്കാം. അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എഗ്ഗ് ഇതിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലി ടോസ്റ്ററിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് ഇതിൽ ഉണ്ടാക്കിയെടുക്കാം, എഗ്ഗ് ഇതിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഓംലേറ്റ്, ബുൾസൈ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഓയിലിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ആ മിക്സ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അപ്പോൾ നമ്മൾ ഇതിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ബ്രെഡിൻ്റെ സൈസ് കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ ഒരു വേറുണ്ട് ഇതിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. പിന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബ്രെഡും ചീസും ഒക്കെ വെച്ചിട്ട് ഇതിൽ തന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ എഗ്ഗ് കുറച്ച് കുറഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഫുള്ളായിട്ട് നിറക്കിയത് ഞാൻ ഒഴിച്ച് കുറച്ചും കൂടെ ഒന്ന് കൂടി ഒരു 3 മുട്ട എടുത്തിട്ടുണ്ടെങ്കിൽ 2 ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ 3 ബ്രെഡും ടോസ്റ്റ് ചെയ്യാം. അധികം കട്ടി കുറക്കുകയാണെങ്കിൽ 3 ടോസ്റ്റ് ചെയ്യാം. ഞാനിത് അടച്ച് വെച്ചിട്ട് 2 സൈഡ് നമുക്കിനി മറിച്ചിടാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് അടച്ചു കൊടുത്തിട്ട് നമുക്കിത് അപ്പുറത്തും വേവിച്ചെടുക്കാം. ഇതിനൊരു ലോക്കും വരുന്നുണ്ട്, സൈഡിൽ ഒരു ലോക്കുണ്ട്, അതുകൊണ്ട് ഇത് തുറന്ന് പോകുന്നില്ല. പിന്നെ ഗ്യാസിൽ നല്ല കറക്റ്റായിട്ട് ഇരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് അതുപോലെ ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിത് മറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലോക്ക് തുറന്നിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഒരു കൈ കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് വീഡിയോ ഷെയ്ക്ക് ആവുന്നുണ്ട്. ഇതപ്പോൾ ഇതുപോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റണമെന്നൊന്നുമില്ല, ഞാൻ അറിയാതെ മാറ്റിയതാണ്. അപ്പോൾ നമുക്കിനി ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇനി ബ്രെഡും വെച്ചിട്ട് ഇതിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊരു ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു ചീസ് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഓംലെറ്റും കൂടെ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട്, അപ്പോൾ ആ ബ്രെഡിൻ്റെ കറക്റ്റ് സൈസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നിൽക്കുകയും ചെയ്യും. ഇനി ഒരു ബ്രെഡും കൂടെ വെച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൽ മയോണൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും, കുക്കുംബർ, മറ്റേ ഓണിയൻ, ടൊമാറ്റോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്കിത് ലോക്ക് ചെയ്തിട്ട് ഒരു കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് വാങ്ങി നോക്കാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ബ്രെഡും ഓംലേറ്റും എല്ലാം ടോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ ചീസ് ഉള്ളതുകൊണ്ട് അവിടെ ഇട്ടിരിക്കുന്നുണ്ട്. പിന്നെ നല്ല ക്രിസ്പി ഒന്നും ആയിരിക്കില്ല, കുറച്ച് സോഫ്റ്റായിട്ടാവും ഉള്ളിൽ വരുന്നത്. ഇതിന് പകരം നമുക്ക് വല്ല ഫില്ലിങ്സ് ഉണ്ടാക്കിയിട്ട് ബ്രെഡ് വെച്ചിട്ട് അതും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷേ വേഗം ടോസ്റ്റ് ചെയ്യണം, ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കിതിലൊരു ബുൾസൈയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ബുൾസൈയുടെ ഉണ്ണി പൊട്ടിപ്പോയി. അപ്പോൾ ബുൾസൈയും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അത് ചീസ് വെച്ചിട്ട് നമുക്ക് അതുകൊണ്ടും ഒരു ടോസ്റ്റ് ചെയ്തിട്ട് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഞാൻ ചീസ് വെച്ചു, അതിന് ശേഷം ബ്രെഡും വെച്ചിട്ട് ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഫില്ലിങ്സ് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങി നോക്കാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ ഫ്ലിപ്കാർട്ടിലാണ് ഇത് വാങ്ങിയത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.